ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈദ് മേക്കപ്പ് ലുക്കാണ്. വളരെ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനൊരു ലിപ് ബാം എടുത്തിട്ട് ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴേക്ക് ലിപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ സ്കിൻ കെയറിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ഏതൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ കേട്ടോ. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു മേക്കപ്പ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഫേസിൽ മോയ്സ്ചറൈസറും എന്ത് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. ഒരു അപ്പാർട്ട് മോഷനിൽ നല്ലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്ന് വളരെ നല്ലതാണ്, കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ അത് മാത്രമല്ല നെക്കിലൂടെ അപ്ലൈ ചെയ്യുക. നമുക്ക് എപ്പോഴും ഏജ് ഏറ്റവും കൂടുതൽ നമുക്ക് വിസിബിളായി തുടങ്ങുന്നത് നെക്കിലായിരിക്കും. അപ്പം നെക്കും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഞാൻ ഇത് മോയ്സ്ചറൈസർ ഇട്ടു. പിന്നെ അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി 2-3 മിനിറ്റ്സൊക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീനാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാലോ, നല്ല ചൂടാണ്. പുറത്തൊക്കെ പോയി വന്നാൽ നല്ല നമ്മളെ ഫേസൊക്കെ വല്ല വെന്തിരിക്കുന്ന പോലെ തോന്നും. ഞാനൊക്കെ നല്ല ഡള്ളായിട്ട് ഇരിക്കുന്നത് ഇങ്ങനെ പുറത്തൊക്കെ പോയി വരികയല്ല. അപ്പം സൺസ്ക്രീൻ ഇട്ടാൽ കൂടി ശരിയായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിവിടെ ഡെമാക്കോൻ്റെ സൺസ്ക്രീനാണ് ഇട്ടത്. സൺസ്ക്രീൻ ഇടുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 3 ഫിംഗർ റൂളാണ്. അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ടാൽ മാത്രമേ നമുക്ക് ശരിയായ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ അത്യാവശ്യം ഇപ്പം ഞാൻ വീഡിയോയിലായതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ല പുറത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതൊക്കെ അല്ലേ എന്തായാലും എല്ലാവരും പുറത്തൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് തോന്നും. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐഷാഡോ പാലറ്റ് കേട്ടോ. ഒരു ഐഷാഡോ പാലറ്റ് എടുത്തത് മാത്രം നമുക്ക് എന്ത് ഐബ്രോ പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു പാലറ്റാണ്. ഇത് അടിപൊളി പാലറ്റ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 200 ഒക്കെ ഉള്ളൂ. ആമസോൺ അതിലേക്കാളും ഓഫറിലൊക്കെ കിട്ടും. നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ ഇതിലുള്ളൊരു ബ്ലാക്കും ഒരു ലൈറ്റ് ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ബ്ലാക്ക് ആയാലും നല്ല ലൈറ്റ് ആയാലും കൂടി ബോറാണ്. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു പാലറ്റാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഐബ്രോ രണ്ടും ഞാൻ ഫിൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. നമ്മൾ ഉറക്കമില്ലായ്മയും പിന്നെ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കറക്റ്ററാട്ടോ യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ ഒരു ഓറഞ്ച് കറക്റ്ററാണ്. അപ്പോൾ അത് ഓറഞ്ച് കറക്റ്ററൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എടുക്കരുത്. കുറച്ചെടുത്തിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു കളറും പിന്നെ നമ്മൾ കൺസിലറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി കളറൊക്കെ മിക്സ് ചെയ്ത് ആകെ ബോറായിരിക്കും. അപ്പം കുറച്ച് എടുക്കുക. എന്നിട്ട് ഇതാ ചെറിയൊരു കുട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാട്ടോ. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ കേക്ക് ആവാതിരിക്കാനും ഒരു ഫിനിഷിങ്ങൊക്കെ നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. കറക്റ്റർ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ കൺസിലർ യൂസ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു കൺസിലറാണ്. ഇത് എൻ്റെ സ്കിന്നിന് എക്സാക്റ്റ് മാച്ചാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ആ കറക്റ്ററിൻ്റെ മുകളിലൊന്ന് കൺസീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ മേലെയും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കൺസിലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ ഫേസിൽ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഈ ഡാർക്ക് സർക്കിൾസ് ഉള്ളത്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലൂസ് പൗഡറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കോമ്പാക്റ്റ് പൗഡറിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ രീതിയിലൊരു ഐഷാഡോ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മെറ്റാവേൾഡിൻ്റെ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയൊരു ബേസ് മാത്രം കൊടുക്കുക കേട്ടോ. ഞാനൊരു ഐഷാഡോ പേഴ്സണേ അല്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല ഐഷാഡോ ഒക്കെ ഇട്ട് പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ. എനിക്ക് എന്തൊക്കെയോ അധികം ഭയങ്കര ആർഭാടമായ പോലെ തോന്നും. അതുകൊണ്ട് ജസ്റ്റ് ആ പിഗ്മെൻറ്റേഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കൊടുക്കുന്നുള്ളൂ. ഓവറായിട്ടൊന്നും അപ്പോൾ നമുക്ക് അങ്ങനെ അറിയില്ല, എന്നാലും ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും.
അപ്പോൾ ഈ 2 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഐ ഷാഡോ കൊടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണ് എഴുതാൻ പോവാണ്. ഞാൻ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു വിങ് ലൈൻ കൊടുക്കുക. എൻ്റേതൊരു എന്താ പറയുക, ചെറിയ കണ്ണല്ലേ, താഴെ കൂടി എഴുതിയാൽ പിന്നെ കണ്ണ് ഒന്നുകൂടി ചെറുതാവുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഒരു വിങ് ലൈൻ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ വിങ് ലൈൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കണ്ണിൽ നല്ല ലൈനൊക്കെ ഇടും, രണ്ടാമത്തെ കണ്ണിൽ വരുമ്പോൾ അതേപോലെ വരില്ല. അത് നല്ല ബുദ്ധിമുട്ടാട്ടോ, നല്ല പ്രാക്ടീസ് തന്നെ വേണം. അപ്പം ആ 2 കണ്ണിലും വിങ് ലൈൻ ചെയ്തിട്ട് വരാം. ഇനി മസ്കാര ഇട്ട് കഴിയുന്നതിന് മുന്നേയിട്ട് നമ്മൾ ലാഷസ് ഒന്ന് കേൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വിടർന്ന് നിൽക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വേഗൻ്റെ ഒരു ഐലാഷ് കളറാണ്. അത് വെച്ചിട്ട് സ്ലോ ആയിട്ട് ഒന്ന് കേൾ ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് മസ്കാര ഇടുവാണ്. മസ്കാര എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതിൽ സംഭവം ഏകദേശം കാലിയായിട്ടുണ്ട്. ഇല്ലേ പറയുകയാണെങ്കിൽ തീരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മസ്കാര നല്ലതാട്ടോ. ഈ മെബ്ലിൻ്റെ ഒരു വാട്ടർ പ്രൂഫ് മസ്കാര. ഇതിൻ്റെ തന്നെ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് ഡെയിലി ബേസിസിലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഐ ഷാഡോ ഇട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ണിന് താഴെ കൂടി ഒന്ന് ജസ്റ്റ് ഒരു ടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ കണ്ണിന് താഴെ നമ്മൾ എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഡെപ്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പ് കേട്ടോ. ഞാൻ കൺസീലർ മാത്രം, പിന്നെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ സ്കിൻ അത്യാവശ്യം ഡ്യൂ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു ബ്ലഷ് ആട്ടോ. നല്ല ഷെയ്ഡാണ്. ഒരു നമ്മൾ പറയില്ല, നമ്മളൊരു മീഡിയം ടോൺ വരെ, പിന്നെ സൺലൈറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ നല്ല സൺ കിസ്ഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ നല്ല ചുമന്നിരിക്കുന്ന പോലെ തോന്നും. അതേ ഒരു ഫീലായിട്ട് ഇത് തരിക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ബ്ലഷസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് നല്ല ഇഷ്ടം. നല്ല ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നു, അവിടെ സെറ്റ് ചെയ്ത് നമുക്കങ്ങനെ ഒരുപാട് ബ്ലഷ് ഇട്ടെന്നൊന്നും തോന്നിയില്ല. അപ്പം ഞാനത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, ജലദോഷം വന്നിട്ട്. അപ്പം അതിട്ടെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലിപ്പാട്ടോ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി വേണമെങ്കിൽ ഇതൊന്ന് സെറ്റ് ചെയ്യുക, ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ലിപ്പ് പെൻസിലുകൊണ്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ തെറ്റിപ്പോകുന്നുണ്ട് പറയുന്നത്. ഇത് സിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഇതാട്ടോ. നല്ല ക്രീമിയാണ്, ഒട്ടും ഡ്രൈയിങ് അല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം ലിപ് ബാമൊക്കെ ഇട്ടുകൊണ്ട് ഈ ടൈം ആകുമ്പോഴേക്ക് ലിപ്പ് നല്ല വൃത്തിയായിട്ടുണ്ടാകും. പിന്നെ എക്സായിട്ടുള്ളത് തുടച്ചു കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് ഇടാൻ പുതിയ ഷെയ്ഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, വെസ്റ്റേഡ് ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിരുന്നു. നല്ല ഷെയ്ഡാണ്. ആ ഒരു ഷെയ്ഡാട്ടോ ജൂഡിയോ വെസ്റ്റിൻ്റെ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നമ്മൾ ന്യൂഡിസ്റ്റിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു ബ്രൗൺ ന്യൂഡ്, അടിപൊളി ഷെയ്ഡാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ ഇട്ട് ഇനി ഇത് നമ്മൾ മേക്കപ്പൊക്കെ ഫിനിഷായി. ഇത്രയേ ഉള്ളൂ. ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. ഞാനിപ്പം അധികം ഈ ഒരു മേക്കപ്പ് ലുക്കിലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പ്രത്യേകിച്ച് സമ്മർ ആകുമ്പം ഈ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് എല്ലാം കൂടി കുറേ പ്രൊഡക്റ്റ് ഇടുമ്പോൾ മര്യാദയ്ക്ക് ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ നല്ല ഒലിച്ചിറങ്ങുന്ന പോലെ, നല്ല കേക്ക് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ മിനിമൽ പ്രൊഡക്ട്സ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു വൃത്തി എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, ആ പ്രൊഡക്ട്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നേക്ക് വരെ ടാറ്റാ, ബൈ ബൈ.